ഹായ് ഫ്രണ്ട്സ്, എക്സസൈസ് 3.2-ലെ 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലാസ്റ്റ് സെഷൻ ചെയ്തിരുന്നു. 6 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ സെഷനിൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. 6th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് ദി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഇൻ എക്സസൈസസ് 6 to 10. 6 മുതലുള്ള ക്വസ്റ്റ്യൻസിന്റെ വാല്യൂസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സൈൻ 765 ഡിഗ്രിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വലിയ ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ഈ ഡിഗ്രീനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം തിരിച്ച് ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യും. അതിന് ശേഷമായിരിക്കും വാല്യൂ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഡിഗ്രി റേഡിയനിലോട്ടൊന്ന് കൺവേർട്ട് ചെയ്യാം. അതായത് 1 ഡിഗ്രി ഈക്വൽ ടു π/180 റേഡിയൻ ആണെന്ന് നമുക്കറിയാം അല്ലേ. ഇപ്പം ഇവിടെ സൈൻ 765 ഡിഗ്രി ഈക്വൽ ടു സൈൻ 765 ഇൻറ്റു π/180 റേഡിയൻ എഴുതാം അല്ലേ. അതായത് ഡിഗ്രീനെ നമ്മൾ റേഡിയനിലോട്ട് ഫസ്റ്റ് കൺവേർട്ട് ചെയ്തു. കാരണം 1 ഡിഗ്രി ഈക്വൽ ടു π/180 റേഡിയൻ ആണ്. അപ്പോൾ 765 ഡിഗ്രി ഈക്വൽ ടു രണ്ട് സൈഡിലും 765 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇൻറ്റു π/180 റേഡിയൻ കിട്ടും. അപ്പോൾ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു സൈൻ 765 ഡിവൈഡഡ് ബൈ 180 ചെയ്യുമ്പോൾ 17/4 പൈ കിട്ടും. 17/4 പൈ. ഇവിടെ 17/4 ചെയ്യുമ്പോൾ നമുക്ക് 17നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ആണ് ആൻസർ കിട്ടുന്നത് അല്ലേ. റിമൈൻഡർ 1 കിട്ടും. അപ്പം ഇതിനെ മാറ്റി നമുക്ക് എങ്ങനെ എഴുതാം? 17/4 ഈസ് ഈക്വൽ ടു 4 പ്ലസ് 1/4 എന്ന് എഴുതാം അല്ലേ. മിക്സഡ് ഫ്രാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ എഴുതാൻ. അപ്പം ദിസ് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് 4 പ്ലസ് 1/4 പൈ. ദിസ് ഈസ് ഈക്വൽ ടു സൈൻ 4 പൈ പ്ലസ് 1/4 പൈ. ദിസ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം സൈൻ വാല്യൂസ് 2π ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യും അല്ലേ. അതായത് 2πയിൽ വാല്യൂസ് റിപ്പീറ്റ് ചെയ്യും. സൈൻ 0ക്ക് കിട്ടുന്ന വാല്യൂ സൈൻ 360ക്ക് കിട്ടുന്ന വാല്യൂ സെയിം ആയിരിക്കും. അതായത് ഇത് 2π ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യും. അപ്പം ഇവിടെ 2ന്റെ മൾട്ടിപ്പിൾ ആയ 2π ഇൻറ്റു 2 ആണ് എന്ത് 4π. അപ്പോൾ 4πയിൽ സൈൻ്റെ വാല്യൂ റിപ്പീറ്റ് ചെയ്യും. അപ്പം എന്ത് 4π പ്ലസ് 1/4 പൈനെ നമുക്ക് മാറ്റി സൈൻ ഓഫ് 1/4 പൈന്ന് എഴുതാം അല്ലേ. അതായത് ഈ ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സൈൻ 2π 360 എന്നുള്ള 2π ആണ്. 2π പ്ലസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? സൈൻ എക്സ് തന്നെയാണ്. അതായത് 2π ഇന്റർവെല്ലിൽ സൈൻ്റെ വാല്യൂസ് റിപ്പീറ്റ് ചെയ്യും. 2π പ്ലസ് എക്സ് ആയതുകൊണ്ട് സൈൻ ചേഞ്ച് ആവുന്നില്ല, സൈൻ എക്സ് തന്നെയാണ്. 2π മൈനസ് എക്സ് ആയിരുന്നെങ്കിൽ മൈനസ് സൈൻ എക്സ് വന്നേനെ. ഇത് നമ്മൾ നേരത്തെ ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ വാല്യൂസ് ഓഫ് ട്രിഗണോമെട്രി ഫംഗ്ഷനിൽ കണ്ടതാണ്. സൈനും വാല്യൂസും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവിടെ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കണ്ട ഇക്വേഷൻ അനുസരിച്ച് സൈൻ ഓഫ് 4π പ്ലസ് 1/4 പൈനെ മാറ്റി നമുക്ക് സൈൻ ഓഫ് 1/4 പൈ എന്ന് എഴുതാം അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു സൈൻ 1/4 ഇൻറ്റു പൈ മാറ്റി നമുക്ക് 180 ഡിഗ്രി എന്ന് എഴുതാം. 180 ഡിഗ്രി റേഡിയനിലായിരുന്നു, നമ്മൾ ഇനി തിരിച്ച് ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്തു. ദിസ് ഈസ് ഈക്വൽ ടു സൈൻ 180 ഡിവൈഡഡ് ബൈ 4 നമുക്ക് 45 ഡിഗ്രി കിട്ടും. 45 ഡിഗ്രി. ദിസ് ഈസ് ഈക്വൽ ടു സൈൻ 45 ഡിഗ്രി നമുക്കറിയാം 1/√2 ആണ് അല്ലേ. സൈൻ്റെ വാല്യൂസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടേബിൾ ഒന്ന് കാണിക്കാം. സൈൻ 30 1/2, സൈൻ 45 1/√2, സൈൻ 60 √3/2. ഈ 3 വാല്യൂസ് ഓർത്തിരുന്നാൽ നമുക്ക് ബാക്കി കോസിൻ്റെയും ടാൻ്റെയും എല്ലാം വാല്യൂസ് അറിയാം. അപ്പോൾ കണ്ടുപിടിക്കാം. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം. അപ്പോൾ സൈൻ 45 വരുന്നത് 1/√2 ആണ്. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു സൈൻ 45 ഡിഗ്രി നമുക്കറിയാം 1/√2 ആണ് കിട്ടുന്നത് അല്ലേ. 1/√2. അപ്പോൾ ആൻസർ 1/√2 എന്ന് കിട്ടും. സൈൻ 765 ഡിഗ്രി ഈക്വൽ ടു 1/√2. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ, കൊസീക് മൈനസ് 1410 ഡിഗ്രി. ഇവിടെ നമുക്കിതിനെ മാറ്റി മൈനസ് ഓഫ് കൊസീക് 1410 ഡിഗ്രി എന്ന് എഴുതാം. നമുക്കറിയാം കൊസീക് ഓഫ് മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് കൊസീക് തീറ്റയാണ് അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് കൊസീക് ഓഫ്, ഇനി ഡിഗ്രീനെ മാറ്റി നമുക്ക് റേഡിയനിലോട്ട് കൊണ്ടുവരണം അല്ലേ. 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു π/180 റേഡിയൻ ആണ്. അപ്പോൾ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 1410 ഇൻറ്റു π/180 റേഡിയൻ. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് കൊസീക് ഓഫ്, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 47/6 എന്ന് കിട്ടും പൈ. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് കൊസീക് ഓഫ്,
ഇവിടെ 47നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 7 ആണ് അല്ലേ. 6 into 7 42, റിമൈൻഡർ 5. അപ്പം 47/6നെ നമുക്ക് 7 + 5/6 എന്ന് എഴുതാം. പക്ഷെ ഇങ്ങനെ എഴുതി നമ്മളിവിടെ ചെയ്യുമ്പോൾ നമുക്കറിയാം ട്രിഗണോമെട്രി ഫംഗ്ഷൻ റിപ്പീറ്റ് ചെയ്യുന്ന 2π ഇന്റർവെല്ലിൽ വരുമ്പോഴാണ് അല്ലേ. 2π, 4π, 6π അങ്ങനെ ഈവൻ ഇന്റർവെല്ലിൽ വരുമ്പോഴാണ് അത് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് 47/6നെ 7 + 5/6 എന്ന് എഴുതി ചെയ്യുവാണെങ്കിൽ ഇവിടെ ഓഡ് ഇന്റർവെല്ലാണ് വരുന്നത്. 7π + 5/6π എന്ന് എഴുതി നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓഡ് ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ റിപ്പീറ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഇവിടെ ഈവൻ ആക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പം ഇവിടെ ഈവൻ ആക്കാൻ വേണ്ടി നമ്മൾ ഈ 7 + 5/6 എന്ന് എഴുതുന്നതിന് പകരം മൈനസ് കൊസീക് ഓഫ് 8 - 1/6π എന്ന് എഴുതാം അല്ലേ. 8 - 1/6 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് 8 × 6 48 - 1/6, അതായത് 47/6 തന്നെയാണ് കിട്ടുന്നത് അല്ലേ. 47/6ന് അതുകൊണ്ട് നമ്മൾ 8 - 1/6π എന്ന് എഴുതിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല. ഇതിന് നേരിട്ട് 8 - 1/6π എന്ന് എഴുതി ചെയ്യാം. ഈവൻ ആക്കാൻ വേണ്ടിയാണത്. ഈവൻ ഇന്റർവെല്ലാണ് ഫംഗ്ഷൻ റിപ്പീറ്റ് ചെയ്യുള്ളൂ. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് കൊസീക് ഓഫ് 8π - 1/6π. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് കൊസീക് ഓഫ് -1/6π എന്ന് കിട്ടും. കാരണം ഈവൻ ഇന്റർവെല് 2π × 4 ആണ് എന്ത് 8π. അപ്പൊ ഈവൻ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് കൊസീക് -1/6 × π റേഡിയൻ ആണ്. അത് നമ്മൾ മാറ്റി ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്തു 180 ഡിഗ്രി എന്ന് എഴുതി. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് കൊസീക് ഓഫ് 180 / 6 30 കിട്ടും. അപ്പം -30 ഡിഗ്രി. ദിസ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം കൊസീക് ഓഫ് -θ എന്താണ് മൈനസ് കൊസീക് തീറ്റയാണ്. അപ്പോൾ വീണ്ടും ഒരു മൈനസ് പുറത്ത് വരും. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. അപ്പോൾ കൊസീക് ഓഫ് 30 ഡിഗ്രി വരും. ദിസ് ഈസ് ഈക്വൽ ടു 1/sin 30 ഡിഗ്രി. ദിസ് ഈസ് ഈക്വൽ ടു 1/sin 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 1/1/2 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ആൻസർ ഈസ് 2. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ. tan 19π/3. ഇവിടെ ഡിഗ്രിയിലല്ല റേഡിയനിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നേരിട്ട് ചെയ്താൽ മതി. ദിസ് ഈസ് ഈക്വൽ ടു tan 19/3 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. 6 × 3 ഈസ് ഈക്വൽ ടു 18, റിമൈൻഡർ 1. അപ്പം ഇതിനെങ്ങനെ എഴുതാം? 19/3 ഈസ് ഈക്വൽ ടു 6 + 1/3 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ tan ഓഫ് 6 + 1/3 × π. ദിസ് ഈസ് ഈക്വൽ ടു tan ഓഫ് 6π + 1/3π. ദിസ് ഈസ് ഈക്വൽ ടു tan ഓഫ്, ഇവിടെ ഈവൻ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ റിപ്പീറ്റ് ചെയ്യും അല്ലേ. അതുകൊണ്ട് നമുക്ക് tan ഓഫ് 1/3π എന്ന് എഴുതാം. കാരണം 6π എന്ന് പറയുന്നത് 3 × 2π ആണ്. അപ്പോൾ ഈവൻ ഇന്റർവെല്ലാണ്, അത് റിപ്പീറ്റ് ചെയ്യും. ദിസ് ഈസ് ഈക്വൽ ടു tan ഓഫ് 1/3 × പൈയുടെ വാല്യൂ 180 ഡിഗ്രിയിലോട്ട് മാറ്റി tan ഓഫ് 1/3 × 180 ചെയ്യുമ്പോൾ നമുക്ക് 60 കിട്ടും. 60 ഡിഗ്രി. tan 60 നമുക്കറിയാം √3 ആണ് അല്ലേ. അപ്പോൾ √3 ഇതാണ് ആൻസർ കിട്ടുന്നത്. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ. സൈൻ ഓഫ് -11π/3. ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് ഫസ്റ്റ് ഇതിന് മൈനസ് സൈൻ ഓഫ് 11π/3 എന്ന് എഴുതാം. കാരണം നമുക്കറിയാം സൈൻ ഓഫ് -θ ഈക്വൽ ടു -sin θ ആണ് അല്ലേ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് മൈനസ് ഔട്ട് സൈഡിൽ എടുക്കാം. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ഓഫ്, ഇനി 11/3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 ആണ് ആൻസർ കിട്ടുന്നത്. 3 × 3 9, റിമൈൻഡർ 2. അതായത് 11/3 ഈസ് ഈക്വൽ ടു ആൻസർ കിട്ടുന്ന 3 ആണ്. 3 + റിമൈൻഡർ 2 ഡിവൈഡഡ് ബൈ ഡിവൈസർ 3. 3 + 2/3 എന്ന് എഴുതാം. പക്ഷെ ഇങ്ങനെ എഴുതിയാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കറിയാം 2π ഇന്റർവെല്ലാണ് ഫംഗ്ഷൻ റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഈവൻ നമ്പർ വരണം അല്ലേ. അപ്പം അതിന് നമുക്ക് 11/3നെ വേറൊരു രീതിയിൽ എങ്ങനെ എഴുതാം? 4 - 1/3 എന്ന് എഴുതാം അല്ലേ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 11/3 തന്നെയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? 11/3ക്ക് പകരം നമുക്ക് 4 - 1/3 എന്ന് എഴുതാം ഇൻറ്റു പൈ. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ഓഫ് 4π - 1/3π എന്ന് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ഓഫ്, ഇവിടെ നമുക്കറിയാവുന്ന ഇക്വേഷൻ, അതായത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണിത്.
ഇവിടെ 360ക്ക് വരും 2π കൊടുക്കാം. 2π മൈനസ് എക്സ്, സൈൻ ഓഫ് 2π മൈനസ് എക്സ് വരുന്നത് മൈനസ് സൈൻ എക്സ് ആണ് അല്ലേ. സൈൻ ഓഫ് 2π മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്. ഇവിടെ നെഗറ്റീവ് സൈൻ വരുന്ന ഓരോ ക്വാഡ്രന്റും അനുസരിച്ചാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷനിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡൗട്ട് ഉള്ളവർ ആ സെഷൻ ഒന്ന് പോയി കണ്ടാൽ മതി. അപ്പം നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ അവിടെ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കണ്ട ഇക്വേഷൻ ഇതായിരുന്നു, സൈൻ ഓഫ് 2π മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. അപ്പം ഇവിടെ 2π ഇൻറ്റു 2 ആണ് 4π. അപ്പം അതേ ഇന്റർവെൽ തന്നെയാണ് വരുന്നത്. അപ്പം ഇവിടെ എങ്ങനെ എഴുതാം? അപ്പം ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മൈനസ് കൂടി വരും അല്ലേ. മൈനസ് ഓഫ് മൈനസ് സൈൻ ഓഫ് 1/3 പൈ എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ് ആകും, സൈൻ 1/3 പൈ. ഇനി പൈ മാറ്റി നമുക്ക് 180 കൊടുക്കാം. സൈൻ 1/3 ഇൻറ്റു 180 ഡിഗ്രി. ദിസ് ഈസ് ഈക്വൽ ടു സൈൻ 180 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ 60 കിട്ടും, 60 ഡിഗ്രി. സൈൻ 60 ഡിഗ്രി നമുക്കറിയാം √3/2 ആണ്. ആൻസർ കിട്ടുന്നത് √3/2 ആണ്. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ, കോട്ട് ഓഫ് മൈനസ് 15π/4. ദിസ് ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് നമുക്ക് ഇതിനെ മൈനസ് കോട്ട് ഓഫ് 15π/4 എന്ന് എഴുതാം. കാരണം കോട്ട് ഓഫ് മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് കോട്ട് തീറ്റ ആണ് അല്ലേ. നെക്സ്റ്റ് നമുക്ക് 15നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 4 × 3 ഈസ് ഈക്വൽ ടു 12, റിമൈൻഡർ 3. അപ്പോൾ ഇത് കിട്ടുന്നത് 3 + 3/4 എന്നാണ്. അപ്പോൾ ഇവിടെ ഓട് വരും അല്ലേ. അപ്പോൾ ഇങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? 4 മൈനസ് 1/4 എന്ന് എഴുതും. ഇത് ചെയ്യുമ്പോൾ 16 മൈനസ് 1, 15/4 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് കോട്ട് ഓഫ് 4 മൈനസ് 1/4 പൈ. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് കോട്ട് ഓഫ് 4π മൈനസ് 1/4 പൈ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ 2π മൾട്ടിപ്പിൾ ആണ് 4π, 2π × 2 ആണ് 4π. അപ്പോൾ ഫംഗ്ഷൻ ആ ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ കണ്ട ഇക്വേഷൻ അനുസരിച്ച് ഇവിടെ എങ്ങനെ മാറ്റി എഴുതാൻ നോക്കാം. നമ്മളിപ്പോൾ കണ്ടത് കോഡ് ഫംഗ്ഷൻ ആണ് അല്ലേ. കോട്ടിന്റെ 2π മൈനസ് എക്സ് എന്താ വരുന്നത്? മൈനസ് കോട്ട് എക്സ് ആ വരുന്നത് അല്ലേ. 2π മൈനസ് എക്സ്, 360 മൈനസ് എക്സിനെ നമുക്ക് 2π മൈനസ് എക്സ് എന്ന് എഴുതാം. അത് മൈനസ് കോട്ട് എക്സ് ആ വരുന്നത്. അപ്പൊ അവിടെ എന്ത് വരും? ഇവിടെ ഒരു എക്സ്ട്രാ മൈനസും കൂടി വരും അല്ലേ. മൈനസ് ഓഫ് മൈനസ് കോട്ട് 1/4 പൈ എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും, കോട്ട് ഓഫ് 1/4 പൈ. ദിസ് ഈസ് ഈക്വൽ ടു കോട്ട് ഓഫ് പൈ മാറ്റി നമ്മൾ ഡിഗ്രിയിലോട്ട് 180 മാറ്റാം, ഡിവൈഡഡ് ബൈ 4. ഇപ്പോൾ ഡിഗ്രിയിലോട്ട് മാറ്റി. ഇപ്പോൾ കോട്ട് ഓഫ് 180 ഡിവൈഡഡ് ബൈ 4, 45 ഡിഗ്രി. കോട്ട് 45 നമുക്കറിയാം 1 ആണ്. അപ്പോൾ ആൻസർ ഈസ് 1. ഓക്കെ, ട്രിഗണോമെട്രി ഫംഗ്ഷൻസിലെ എക്സസൈസ് 3.2 എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇക്വേഷൻസ് ഒക്കെ ഡൗട്ട് ഉള്ളവർ ആ സെഷൻസ് ഒന്ന് പോയി കണ്ടിട്ട് പ്രോബ്ലം ചെയ്യുക. ഇക്വേഷൻ വന്നതിനൊക്കെ റീസൺ ഉണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട് പ്രോബ്ലം ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, താങ്ക് യു.